മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ദുഃഖ ശനിയാഴ്ച. ആദ്യമായി തന്നെ നിങ്ങൾക്കെല്ലാവർക്കും ഈ ദിവസത്തിന് എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനകളും വളരെ സ്നേഹത്തോടെ നേരുന്നു. ദുഃഖവെള്ളിയാഴ്ചയുടെയും ഈസ്റ്ററിൻ്റെയും ഇടയിലുള്ള ശനിയാഴ്ചയാണ് നമ്മൾ ദുഃഖ ശനിയാഴ്ച എന്ന് വിളിക്കുന്നത്. പരമ്പരാഗതമായി ഈ ദിവസത്തെ നമ്മൾ ദുഃഖ ശനിയാഴ്ച എന്ന് വിളിക്കുന്നുവെങ്കിലും യഥാർത്ഥത്തിൽ ഇത് ദുഃഖ ശനിയാഴ്ചയല്ല, അതിലും ഉപരി ഇത് വലിയ ശനിയാഴ്ച ആണ്. പരിശുദ്ധ പിതാവ് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ, അദ്ദേഹം മാർപ്പാപ്പ ആയിക്കഴിഞ്ഞ് ആദ്യമായി പങ്കെടുത്ത ഈസ്റ്റർ ദിനത്തിലെ സന്ദേശത്തിൽ അദ്ദേഹം ഇങ്ങനെ പറയുകയുണ്ടായി: ദുഃഖ ശനിയാഴ്ച ഒരു വിയർപ്പ് മുട്ടലിൻ്റെ ശനിയാഴ്ചയാണ്. ഈശോയുടെ മരണത്തിന് ശേഷം ശിഷ്യന്മാരെല്ലാവരും വളരെ വലിയ ഒരു വിയർപ്പ് മുട്ടലിലായിരുന്നു. ഇനി എങ്ങനെ അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും? അവരുടെ നാഥനായിരുന്ന ഈശോ ക്രൂശിക്കപ്പെട്ടു, അദ്ദേഹം ഉയർത്തെഴുന്നേൽക്കുമോ എന്നിങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ അവരുടെ മനസ്സിലൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അത് അവർക്ക് ഒരു വിയർപ്പ് മുട്ടലിൻ്റെ ദിവസമായിരുന്നു. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ ക്രിസ്തുനാഥൻ നമ്മോട് സംസാരിക്കുന്നു: വഴിയും സത്യവും ജീവനും ഞാനാകുന്നു, എന്നിലൂടെയല്ലാതെ ആർക്കും പിതാവിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുകയില്ല എന്ന്. സ്നേഹമുള്ളവരെ, ചിലപ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ശൂന്യതയുടെ, ബുദ്ധിമുട്ടിൻ്റെ, പ്രയാസത്തിൻ്റെ, പ്രലോഭനങ്ങളുടെ, ഒന്നുമില്ലായ്മയുടെ സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നുപോയേക്കാം. ശിഷ്യന്മാരെ പോലെ ചിലപ്പോൾ നമുക്കും ഇത് ഒരു വിയർപ്പ് മുട്ടലിൻ്റെ ദിവസങ്ങളിലൂടെ നമ്മളും കടന്നുപോയിട്ടുണ്ടായേക്കാം. എന്നാൽ ക്രിസ്തുനാഥൻ യോഹന്നാന്റെ സുവിശേഷത്തിലൂടെ നമ്മോട് പറയുന്നത് പോലെ, വഴിയാകുന്ന ക്രിസ്തുനാഥനിലൂടെ, ജീവനാകുന്ന ക്രിസ്തുനാഥനിലൂടെ, സത്യമാകുന്ന ക്രിസ്തുനാഥനിലൂടെ നമ്മുടെ ജീവിതങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്കേവർക്കും സാധിക്കണം. അതോടൊപ്പം തന്നെ ദുഃഖ ശനിയാഴ്ചയിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ദുഃഖ ശനിയാഴ്ച ഒരു ക്ഷമയുടെ ശനിയാഴ്ച കൂടിയാണ്. നമുക്കറിയാം, ക്രിസ്തുനാഥൻ ക്രൂശിൽ മരിച്ചപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്: പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന്. തന്നെ ക്രൂശിച്ചവരോട് ക്ഷമിച്ച ക്രിസ്തുനാഥൻ, തൻ്റെ ജീവിതത്തിൽ തന്നെ ഒന്നുമല്ലാതാക്കിയ അവരോട് ക്ഷമിച്ച ക്രിസ്തുനാഥൻ നമ്മോടും ആവശ്യപ്പെടുന്നതും ഇതുതന്നെയാണ് ഈ ദുഃഖ ശനിയാഴ്ച. നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ തന്നവരുണ്ടായിരിക്കാം. നമ്മുടെ ജീവിതത്തിലേക്ക് ഒത്തിരിയധികം പ്രലോഭനങ്ങൾ, ഒത്തിരിയധികം പോരായ്മകൾ വലിച്ചു നീട്ടി തന്നവരുണ്ടായിരുന്നേക്കാം. എന്നാൽ അവരോടെല്ലാവരും ക്ഷമിക്കുവാനും പൊറുക്കുവാനും നമുക്ക് ഏവർക്കും സാധിക്കണം. അപ്പോഴാണ് നമ്മളും മറ്റൊരു ക്രിസ്തുവായി തീരുന്നത്. കർത്താവ് നമുക്ക് വേണ്ടി കുരിശ് തൻ്റെ തോളിലേറ്റി, കർത്താവ് നമുക്ക് വേണ്ടി കുരിശിൽ മരിക്കുകയും മറ്റുള്ളവരോട് ക്ഷമിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ ജീവിതങ്ങളിലും മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും അവർ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത പോരായ്മകളും ബുദ്ധിമുട്ടുകളും എല്ലാം അവരോട് ക്ഷമിച്ച് അവരോട് കൂടി സ്നേഹത്തിൽ ജീവിതങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുവാനും നമുക്ക് സാധിക്കണം. അതുതന്നെയാണ് ഈ ദുഃഖ ശനിയാഴ്ച നമുക്ക് തരുന്ന സന്ദേശം. ക്ഷമിക്കുമ്പോൾ നമ്മൾ പുതിയ മനുഷ്യരായി തീരുന്നു, നമ്മൾ പുതിയൊരു ക്രിസ്തുവായി തീരുന്നു. തീർച്ചയായിട്ടും നമ്മൾ പുതിയൊരു ക്രിസ്തുവായി തീരുമ്പോൾ ക്രിസ്തുനാഥൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലേക്ക് കടന്നു വരികയും അതോടൊപ്പം നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹപ്രദമായ ഒരു കുടുംബമായി തീരുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ദിവസത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും നിങ്ങൾക്ക് ഏവർക്കും നേരുന്നു. പുതിയൊരു ക്രിസ്തുവായി തീരുവാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. ദൈവം എല്ലാവരെയും സമ്പന്നമായി അനുഗ്രഹിക്കട്ടെ.